ഹായ് എല്ലാ കൂട്ടുകാർക്കും സൈഗോസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീരകവെള്ളം കുടിക്കണം. പിന്നെ വലക്കരയൊക്കെ ഇവിടെ അത് അരിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ചൂടല്ലേ? ചൂട്. ഇതും ജീരകവെള്ളം തണുപ്പിച്ചത്. ഇത് എനിക്ക് ഇത് എന്തൊരു സംഭവം, വെണ്ടയ്ക്ക പൊരിക്കാനായിട്ട്, വെണ്ടയ്ക്ക ഫ്രൈക്ക് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടൊന്ന് വെണ്ടയ്ക്ക കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, തിന്നണം. നോയമ്പായോണ്ട് ഫ്രൈ എന്ന് പറഞ്ഞ് ഞാൻ വെണ്ടയ്ക്ക ഉണ്ടാക്കും. ഇത് ഞാൻ സാമ്പാറിന് വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ പോയിട്ട് വന്നാടാ. ചോറൊക്കെ ആയിട്ടുണ്ട്. പരിപ്പ് സാമ്പാറല്ല, പരിപ്പ് റെഡിയാണ്. പരിപ്പ് വെന്തോന്ന് നോക്കട്ടെ. ഓ, അത് വെള്ളം കൂടിപ്പോയി. പരിപ്പിന് വെള്ളം കൂടിപ്പോയി. ഇതെന്തിനാണ് പരിപ്പ് കറിയാ? പരിപ്പ് കറിയല്ല, സാമ്പാർ വെക്കാൻ വേണ്ടി. കുറച്ചേ ഉള്ളൂ കേട്ടോ. വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, വെള്ളരിക്ക, ഒരു കുഞ്ഞ് എന്തൊരു ഉരുളക്കിഴങ്ങ്, തക്കാളി എല്ലാം കൂടെ ഇത്തിരി ഇട്ടോളൂ. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ തോന ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും, കൊഴുപ്പൊക്കെ കിട്ടും. പക്ഷെ നമ്മളത് തോന വേണ്ടാത്തത് കൊണ്ട് കുറച്ചേ വെച്ചോളൂ. അപ്പൊ അമ്മ വന്ന് കാര്യം പറഞ്ഞോണ്ടിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇത്തിരി താമസിച്ചു പോയി. അമ്മ ചക്ക കൊണ്ടുവന്ന് അടുത്ത് കിടന്ന ഇതൊക്കെയാണ് ഉപയോഗങ്ങൾ. ഞാൻ മേളെന്ന് വെച്ച പാത്രമാണ്. 9 രൂപ. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര കിട്ടണം? അരപ്പിട്. നമ്മുടെ സാമ്പാറിനേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കായം ഇടണം, പുളി ഒഴിച്ച് വെക്കണം. ഇത് രണ്ടൊന്ന് ഫിസിൽ വേപ്പിച്ചെടുത്ത് കടുതാളിച്ചിടുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. കട്ടക്കായം ഇട്ട് കൊടുത്തു. ഇനി പുളിവെള്ളവും കൂടെ പുഴിഞ്ഞു വീത്തണം. അപ്പോൾ നമ്മൾ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം വീത്തിയേട്ടാ, പുളിവെള്ളം വീത്തി. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പരിപ്പ് കുറഞ്ഞു പോയി തോന്നണല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ബാക്കി ജോലിയൊക്കെ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ചക്ക കഴിക്കാന്നും പറഞ്ഞ് പോയിരിക്കണേ. അപ്പം ഇനി ചക്ക കഴിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യാം അല്ലേ കേട്ടോ. ചക്ക ഫസ്റ്റ് മീനുകുട്ടിക്ക് എടുത്ത് വയ്ക്കുക, അത് തിന്നാൻ. ചക്ക കണ്ടപ്പോൾ ചോറൊക്കെ തിന്നണ്ട, അതിന് മുമ്പ് ചക്ക തിന്നോളാൻ വയ്യ. അങ്ങനെ മീനുകുട്ടി കുറച്ച് ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചക്കയൊക്കെ തിന്നു കേട്ടാ. അതായത് വാവച്ചി എന്തിനാണ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ഫ്രൈ ചെയ്യാൻ വസർക്കാണ് കേട്ടോ. യെസ്, എന്താ പറയും? ചക്ക എന്നപ്പോ വയറ് വീത്താ. ഇവിടെ ഇത് കാണിക്കണേ, ഇവിടെ ചെയ്യണം, അവിടെ ചെയ്യണ ജോലികളൊക്കെ കാണിക്കണേ. ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ നിങ്ങൾ അറിയണ്ടേ. നിങ്ങൾ വിചാരിക്കും ഇനി ചേട്ടനെ കൊണ്ട് മാത്രമേ ജോലി ചെയ്യുന്നു. ഞാൻ തോരൻ അരിയണോണ്ട് ചേട്ടനെ ഫ്രൈ ചെയ്യാൻ വിട്ടു. അയ്യോ, ഇവിടെ പോയി. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ. അപ്പോൾ പിന്നെ അത് അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. ഇനിയിപ്പോൾ ഇന്നലത്തെ രസത്തിൻ്റെ ഇത്ര ബാലൻസേ ഉള്ളൂ. അപ്പം അത് എനിക്കായി. നമ്മുടെ സാമ്പാർ റെഡിയായി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് കടുക് കൂടി താളിച്ച് വീത്തി കൊടുത്തിട്ടുണ്ടേ. വെള്ളം കടുക് താളിച്ചതിന് ശേഷം ആ ചീനച്ചട്ടിയിൽ ഇതാ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ഐഡിയ? ഫുഡടി. എന്തൊരു ചിരി, എനിക്ക് വയ്യ. അപ്പോൾ ഇതാ ചോറൊക്കെ കോരി വെച്ച് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. സാമ്പാറൊക്കെ കൂട്ടി മതി. അങ്ങനെതാ എല്ലാ കറികളുമായി. ബീട്രൂട്ട് തോരൻ, വെണ്ടയ്ക്ക ഫ്രൈ, സാമ്പാർ, മാങ്ങ അച്ചാർ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചോറ് കഴിച്ച് തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കാണാം. അങ്ങനെ ചോറൊക്കെ നന്നാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രം കഴിച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഉച്ച കഴിച്ചിട്ടൊക്കെ ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്കൂളോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സ്കൂളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിൽക്കുന്നത് മന്നൂർക്കോണം ഇടനില സ്കൂളിലാണ് കേട്ടോ. ഞാൻ സ്കൂൾ കാണിച്ചു തരാമേ. ഇതാണ് മന്നൂർക്കോണത്തുള്ള ഇടനില സ്കൂൾ. ഇടനില സ്കൂളിൻ്റെ ഫ്രണ്ട് കണ്ടോ, അടിപൊളിയല്ലേ. ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇവിടെ ഒരു കെട്ടിടമൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
സെറ്റാണ്. അകത്തൊക്കെ ഇത് നോക്കി, അകത്ത് തൂണിലൊക്കെ ചാരും കാര്യങ്ങൾ, ചക്കയൊക്കെ ഉണ്ട്. സൂപ്പർ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, രാത്രി ഞാൻ വന്നിട്ട് ചോറൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.